ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. കളങ്കാവൽ മമ്മൂട്ടി ചിത്രം 9ാം ദിനത്തിലേക്ക് എത്തിയ ഈ ഒരു ചിത്രം ഈ ഒരു ശനിയാഴ്ച ഉച്ചവരെയുള്ള പ്രകടനമാണ് നമ്മൾ ഇന്ന് കളക്ഷനിലൂടെ പറയാൻ പോകുന്നത്. 1219 ഷോകളാണ് ഇന്ന് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 59,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ളതാണ് ട്രാക്കേഴ്സ് പറയുന്നത്. ഇപ്പോൾ മണിക്കൂറിൽ വിറ്റുപോകുന്നത് 4,800-ഓളം ടിക്കറ്റുകളാണ്. ആദ്യ മണിക്കൂറുകളിൽ 1,700, പിന്നീട് 2,300 അങ്ങനെ കയറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ഇപ്പോൾ 19% ഒക്യുപ്പൻസിക്ക് അടുത്തേക്ക് എത്തുകയാണ്. 1 കോടി രൂപയാണ് സിനിമ കളക്ഷനായിട്ട് ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എമൗണ്ട് ഞാൻ പറയാം, 99,90,766 ട്രാക്കേഴ്സ് പുറത്ത് വിട്ടിരിക്കുന്ന ആ ഒരു കണക്ക്. അതായത് 1 കോടി രൂപ എത്തി എന്നുള്ളതാണ്. അതായത് ഇന്ന് ബോക്സ് ഓഫീസിൽ നല്ല ഒരു തുടക്കം തന്നെയാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ 15 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ട്രാക്കിങ്ങിലൂടെ വിറ്റുപോയിരിക്കുന്നത്. 15,66,000 എന്ന് തന്നെ പറയുന്നു. 12,800-ഓളം ഷോകൾ കേരളത്തിൽ മാത്രം സിനിമ കളിച്ചിരിക്കുന്നു. ഇന്ന് സിനിമയുടെ കളക്ഷൻ നമ്മൾ ഒന്ന് നോക്കാം. അതിനകത്തിൽ ഏറെക്കുറെ ശരിയായിട്ടുള്ള ഒരു ട്രാക്ക്ഡ് കളക്ഷൻസാണ്. 8 ദിനത്തെ കളക്ഷൻ വന്നിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 28 കോടി, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 5 കോടി 60 ലക്ഷം രൂപ, ഓവർസീസിൽ നിന്ന് 33.5 കോടി, അങ്ങനെ 67 കോടിയാണ് 8 ദിനങ്ങൾ കൊണ്ട് സിനിമയുടേതായി വന്ന ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. അതായത് ഇന്നത്തോടെ സിനിമ 70 കോടി കടക്കുകയാണ്. ഒരുപക്ഷെ 72 കോടിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. നാളെ കൊണ്ട് എന്താണേലും സിനിമ 75-77 കോടിയിലേക്ക് എത്തും. അതും നമ്മൾ പ്രതീക്ഷിച്ച രീതി തന്നെയാണ്. ഒരുപക്ഷെ 80 കോടിയൊക്കെ ഒരുപാട് പേർ പ്രതീക്ഷിച്ചെങ്കിൽ ആ റേഞ്ചിലേക്ക് എത്തുന്നില്ല. വരുന്ന ഒരാഴ്ചയാണ് സിനിമയുടെ നിർണായക ഘട്ടം. അത് കഴിഞ്ഞാൽ മമ്മൂട്ടി കമ്പനി നല്ല ലെവലിലൊന്ന് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ സിനിമ 100 കോടി എത്താനുള്ള ചാൻസുകളേറെ തന്നെയാണ്. പക്ഷേ മമ്മൂട്ടി കമ്പനിയുടെ ഒരു ഏറ്റവും വലിയ പ്രശ്നം, അത് പറയുമ്പോൾ ആരാധകർക്കോ മമ്മൂട്ടി കമ്പനിക്കോ വിഷമം തോന്നിയിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ പ്രൊമോഷൻ എന്നത് സീറോ തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ലെവലിലുള്ള സിനിമയ്ക്ക് വീട്ടിൽ മിണ്ടാണ്ടിരിക്കുന്നിട്ട് കാര്യമില്ല. അതിന് പോസ്റ്ററുകൾ ഇറക്കുകയോ അല്ലെങ്കിൽ ഇവൻറ്റുകൾ ഇറക്കുകയോ ഒക്കെ ചെയ്യണം. അങ്ങനെ തന്നെയാണ് പല സിനിമകൾക്കും അങ്ങനെ പോകുന്നത്. ഇത് സോഷ്യൽ മീഡിയയിൽ കുറേ ആളുകൾ പറയുകയും കുറച്ച് ഫേസ്ബുക്കോ അല്ലെങ്കിൽ ട്വിറ്ററിലോ ഒക്കെ പോസ്റ്റുകൾ മാത്രം, വല്ലപ്പോഴും നിർബന്ധിച്ചാൽ ഇടുന്ന പോസ്റ്റുകളുമായി മമ്മൂട്ടിയും. അപ്പോൾ അതൊക്കെ ഒന്ന് പരിഗണിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ഒരു സിനിമയ്ക്ക്, അതായത് മലയാളത്തിലെ ഏറ്റവും നല്ല സിനിമയ്ക്ക് നല്ല കളക്ഷൻ നേടാനുള്ള സുവർണ്ണ അവസരം മമ്മൂട്ടി തന്നെ കളഞ്ഞു കുളിക്കരുത്. ആരാധകരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന മോഹൻലാലിനെ കണ്ടു പഠിക്കുക. ഇത് പ്രേക്ഷകരോടുള്ള വാക്കല്ല, മമ്മൂക്കയോടുള്ള വാക്ക് തന്നെയാണ്. കാരണം പലപ്പോഴും മമ്മൂട്ടി ആരാധകർക്ക് നിരാശ നൽകുന്നത് മമ്മൂട്ടി തന്നെയാണ്. നല്ല സിനിമകൾ നൽകിയിട്ട് പ്രൊമോഷൻ കൊടുക്കാതെയോ എവിടെയെങ്കിലും 50-100 കോടി ഉണ്ടെങ്കിൽ അതുപോലും പുറത്തു പറയാതെ അടുത്ത പടത്തിലേക്ക് പോകുന്നു. ലാലേട്ടനെ കണ്ടുപഠിക്കുക എന്ന് തന്നെ പറയാനുള്ളൂ. ലാലേട്ടൻ ഫാൻസിന് അത്രയും സന്തോഷം നൽകുന്നത് മോഹൻലാൽ തന്നെയാണ്. വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്തതാണ്.